പരീക്ഷയുടെയും പരിശോധനയുടെയും സംഖ്യയാണ് 40. എബ്രായ ഭാഷയിൽ അർബായിം എന്നും ഗ്രീക്കിൽ ടെസറകൊണ്ട എന്നും പറയും. ഒരു പരിശോധനയ്ക്ക് ശേഷം പ്രായേണ ഒരു നൂതന അധ്യായം അഥവാ ഇതിവൃത്തം സമാരംഭിക്കുകയാണ്. തിരുവെഴുത്തുകളിൽ കാണുന്ന അധികം 40കൾക്കും ശേഷം രക്ഷയുടെ ചരിത്രത്തിൽ ഒരു നൂതന അധ്യായം തുറക്കുന്നത് നമുക്ക് കാണാം. നോഹയുടെ കാലത്ത് 40 ദിവസത്തെ മഴ, തുടർന്ന് നോഹയുമായുള്ള നിയമം, 40 ദിവസത്തെ മരുഭൂമി പ്രയാണവും ഇസ്രായേൽ മക്കളുടെ മിസ്രയീമിൽ നിന്നുള്ള മോചനവും, രാജ്യഭരണ ചരിത്രം, ശൗൽ, ദാവീദ്, ശലോമോൻ എന്നിവരുടെ ഭരണകാലം 40 വർഷമായിരുന്നുവല്ലോ. പ്രവാചകന്മാരുടെ യുഗം, ഏലിയാവ് ഹോരേബിലെത്തിയത് 40 ദിവസം കൊണ്ടായിരുന്നു. മശിഹയുടെ ആഗമനം, 40 ദിവസം യേശു പിശാചിനാൽ പരീക്ഷിക്കപ്പെട്ടു. സഭയുടെ തുടക്കം, സ്വർഗാരോഹണത്തിന് മുൻപ് 40 ദിവസം കർത്താവ് ഭൂമിയിൽ കഴിഞ്ഞു. ഇവയെല്ലാം നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് അതുതന്നെയാണ്. പുറപ്പാടിൻ്റെ മുഴുവൻ ചരിത്രവും 40കളുടെ പരമ്പര കൊണ്ട് മുഖരിതമാണ്. പുറപ്പാട് 24, 28, 34, 28, ആവർത്തനം 9:9, സംഖ്യ 13, 25, അപ്പോസ്തലപ്രവൃത്തികൾ 7, 23, 30, 36 വാക്യങ്ങൾ. മിസ്രയീമിൻ്റെ അടിമത്തത്തിൽ നിന്നും സ്വന്തം ജനത്തെ വീണ്ടെടുക്കാൻ വിളിക്കപ്പെട്ട മോശയുടെ ജീവിതത്തിൽ 40ൻ്റെ പ്രഭാവം കാണാം. മോശെ 40 വർഷം ഫറവോൻ്റെ കൊട്ടാരത്തിലായിരുന്നു. തുടർന്നുള്ള 40 വർഷം മരുഭൂമിയിലും, അവസാനത്തെ 40 വർഷം ദൈവിക ശുശ്രൂഷയിലും. ഇസ്രായേൽ ജനത്തിന് മത്സരം ഹേതുവായി മരുഭൂമിയിൽ 40 വർഷം അലഞ്ഞു തിരിയേണ്ടി വന്നു. പ്രസ്തുത വൃത്താന്തത്തെ ആഖ്യാനം ചെയ്യുന്ന പുറപ്പാട് പുസ്തകം 40 അധ്യായങ്ങളിൽ അവസാനിക്കുന്നത് ഈ സത്യത്തെ വെളിപ്പെടുത്തുവാൻ ദൈവാത്മാവ് കരുതിയതാണോ എന്ന് ചിന്തിക്കുവാൻ പ്രേരിപ്പിക്കുന്നു. ആവർത്തനം 8-ാം അധ്യായം 2 മുതൽ 5 വരെ, സങ്കീർത്തനം 95, 10, അപ്പോസ്തലപ്രവൃത്തികൾ 13, 18. കർത്താവിൻ്റെ ക്രൂശീകരണത്തിനും യെരുശലേമിൻ്റെ നാശത്തിനും ഇടയ്ക്ക് 40 വർഷമുണ്ടായിരുന്നു. ഒത്നിയേൽ, ബാരാക്ക്, ഗിദയോൻ എന്നീ ന്യായാധിപന്മാരുടെ കീഴിൽ ഇസ്രായേലിന് മോചനവും വിശ്രാമവും സമൃദ്ധിയും ലഭിക്കുകയുണ്ടായി. ദാവീദ്, ശലോമോൻ, യൊരോബെയാം രണ്ടാമൻ, യഹോവാശ് എന്നിവരുടെ കീഴിൽ 40 വർഷത്തെ സമൃദ്ധിയായ ഭരണം ഇസ്രായേൽ അനുഭവിച്ചു. ഫെലിസ്ത്യരുടെ കൈക്കീഴിലും ഏലിയുടെ കാലത്തും ശൗലിൻ്റെ കീഴിലും ഇസ്രായേൽ 40 വർഷം വീതം അടിമത്തം അനുഭവിച്ചു. ശൗലിൻ്റെ ഭരണകാലം 40 വർഷമാണെന്ന് നാം മനസ്സിലാക്കുന്നത് ദൈവം അവർക്ക് ബെന്യാമീൻ ഗോത്രക്കാരനായ കീശൻ്റെ മകൻ ശൗലിനെ 40 ആണ്ടേക്ക് കൊടുത്തു എന്നിങ്ങനെയുള്ള പൗലോസിൻ്റെ വാക്കുകളിൽ നിന്നുമാണ്. അപ്പോസ്തലപ്രവൃത്തികൾ 13, 21. മറ്റൊരിടത്തും ശൗൽ 40 വർഷം ഭരിച്ചതായി നാം വായിക്കുന്നുമില്ല. 40 ദിവസം വീതമുള്ള ചില കാലയളവുകൾ തിരുവെഴുത്തുകളിലുണ്ട്. നോഹയുടെ കാലത്തെ പ്രളയത്തിൽ മഴ പെയ്ത ദിവസങ്ങൾ 40 ആയിരുന്നു. മോശെ 40 ദിവസം പർവ്വതത്തിലുണ്ടായിരുന്നു. സ്വർണ്ണ കാളക്കുട്ടിയെ നിർമ്മിച്ച പാപത്തിനു ശേഷം മോശെ 40 ദിവസം പർവ്വതത്തിലായിരുന്നു. 40 വർഷത്തെ ശിക്ഷ വിളിച്ചു വരുത്തിയ ഒറ്റുകാരുടെ 40 ദിവസങ്ങൾ ദേശമൊറ്റുനോക്കിയ 40 ദിവസത്തിൻ്റെ എണ്ണത്തിനൊത്തവണ്ണം ഒരു ദിവസത്തിന് 1 സംവത്സരം വീതം 40 സംവത്സരം നിങ്ങൾ നിങ്ങളുടെ അകൃത്യങ്ങൾ വഹിച്ച് എൻ്റെ അകൽച്ച അറിയും. സംഖ്യ 14, 34. ഗോല്യാത്ത് ഇസ്രായേൽ മക്കളെ വെല്ലുവിളിച്ച ദിവസങ്ങൾ 40 ഏലിയാവ് 40 പകലും 40 രാവും ദൈവത്തിൻ്റെ പർവ്വതമായ ഹോരേബോളം നടന്നു. അവൻ എഴുന്നേറ്റ് തിന്നുകുടിച്ച് ആ ആഹാരത്തിൻ്റെ ബലം കൊണ്ട് 40 പകലും 40 രാവും ദൈവത്തിൻ്റെ പർവ്വതമായ ഹോരേബോളം നടന്നു. യോനയുടെയും നിനവയുടെയും 40 ദിവസം യോന നഗരത്തിൽ കടന്ന ആദ്യം 1 ദിവസത്തെ വഴി ചെന്നു. ഇനി 40 ദിവസം കഴിഞ്ഞാൽ നിനവെ ഉന്മൂലമാകും എന്ന് ഘോഷിച്ചു പറഞ്ഞു. യഹൂദയുടെ അകൃത്യം വഹിച്ചുകൊണ്ട് 40 ദിവസം യെഹെസ്കേൽ പ്രവാചകൻ വലതുവശം ചരിഞ്ഞുകിടന്നു. ഇത് തികച്ചിട്ട് നീ വലതുവശം ചരിഞ്ഞുകിടന്ന് യഹൂദാഗൃഹത്തിൻ്റെ അകൃത്യം 40 ദിവസം വഹിക്കണം. 1 സംവത്സരത്തിന് 1 ദിവസം വീതം ഞാൻ നിനക്ക് നിയമിച്ചിരിക്കുന്നു. യേശു പിശാചിനാൽ പരീക്ഷിക്കപ്പെട്ടത് 40 ദിവസമാണ്. യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ടുമടങ്ങി. ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നടത്തി. പിശാച് അവനെ 40 ദിവസം പരീക്ഷിച്ചു കൊണ്ടിരുന്നു. ആ ദിവസങ്ങളിൽ അവൻ ഒന്നും ഭക്ഷിച്ചിരുന്നില്ല. അവ കഴിഞ്ഞപ്പോൾ
അവന് വിശന്നു. ലൂക്കോസ് 4-ാം അധ്യായം 1-2 വാക്യങ്ങൾ. യേശു കഷ്ടമനുഭവിച്ച ശേഷം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി ദൈവരാജ്യം സംബന്ധിച്ച കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് താൻ ജീവിച്ചിരിക്കുന്നു എന്ന് അനേകം ദൃഷ്ടാന്തങ്ങൾ അവർക്ക് കാണിച്ചു കൊടുത്തത് 40 ദിവസമായിരുന്നു. അവൻ കഷ്ടമനുഭവിച്ച ശേഷം 40 നാളോളം അവർക്ക് പ്രത്യക്ഷനായി ദൈവരാജ്യം സംബന്ധിച്ച കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് താൻ ജീവിച്ചിരിക്കുന്നു എന്ന് അനേകം ദൃഷ്ടാന്തങ്ങളാൽ അവർക്ക് കാണിച്ചു കൊടുത്തു. അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം 2-3 വാക്യങ്ങൾ. യഹൂദയുടെ സംഖ്യ 40-ഉം വിഭക്ത ഇസ്രായേലിൻ്റേത് 390-മാണ്. യെഹെസ്കേൽ 4-ാം അധ്യായം 6-ാം വാക്യം. അങ്ങനെ 390 ദിവസം നീ ഇസ്രായേൽ ഗൃഹത്തിൻ്റെ അകൃത്യം വഹിക്കണം. യെഹെസ്കേൽ 4:5. മത്സര സൂചകമായ 13-ന്റെ 30 മടങ്ങാണ് 390. എഫ്രൈമുമായി ബന്ധപ്പെട്ട സംഖ്യയാണ് 65. 65 സംവത്സരത്തിനകം എഫ്രൈം ജനമായിരിക്കാതെ വണ്ണം തകർന്നു പോകും. യെശയ്യാവ് 7-ാം അധ്യായം 8-ാം വാക്യം. എഫ്രൈമിന് 13-മായുള്ള ബന്ധം വിഭക്ത ഇസ്രായേലിൻ്റെ സഹജ സ്വഭാവത്തെ വെളിപ്പെടുത്തുന്നത് തന്നെയാണ്. യൊരോബെയാം 2-ാമൻ്റെ അവസാന വർഷം മുതൽ ഇസ്രായേൽ പിടിക്കപ്പെടുന്നതുവരെ കൃത്യം 65 വർഷമുണ്ടായിരുന്നു. എഫ്രൈം യൊരോബെയാമിൻ്റെ കീഴിൽ പിരിഞ്ഞ 10 ഗോത്രങ്ങളെ കുറിക്കുന്നതാണല്ലോ. ഈ പ്രവചനത്തിൻ്റെ നിറവേറൽ 65 വർഷത്തിനുള്ളിൽ സംഭവിച്ചു. വിഭക്ത ഇസ്രായേലിൻ്റെ തനതായ നിലനിൽപ്പിൻ്റെ കാലം 390 വർഷമായിരുന്നു. പിന്നെ നീ ഇടതുവശം ചരിഞ്ഞു കിടന്ന് ഇസ്രായേൽ ഗൃഹത്തിൻ്റെ അകൃത്യം അതിന്മേൽ ചുമത്തുക. നീ ആ വശം കിടക്കുന്ന ദിവസങ്ങളുടെ എണ്ണത്തോളം അവരുടെ അകൃത്യം വഹിക്കണം. ഞാൻ അവരുടെ അകൃത്യത്തിൻ്റെ സംവത്സരങ്ങളെ നിനക്ക് ദിവസങ്ങളായി എണ്ണും. അങ്ങനെ 390 ദിവസം നീ ഇസ്രായേൽ ഗൃഹത്തിൻ്റെ അകൃത്യം വഹിക്കണം. യെഹെസ്കേൽ പ്രവചനം 4-ാം അധ്യായം 4-5 വാക്യങ്ങൾ. ന്യായപ്രമാണം അനുസരിച്ച് ഒരു കുറ്റക്കാരന് നൽകാവുന്നത് 40 അടിയാണ്. ആവർത്തനം 25, 2-3 വാക്യങ്ങൾ. സാധാരണയായി 39 അടിയേ നൽകി വന്നിരുന്നുള്ളൂ. 40-ൽ കൂടുതൽ അടിച്ചാൽ അടിക്കുന്നവൻ ശിക്ഷയ്ക്ക് വിധേയനാകും. അപ്പോസ്തലനായ പൗലോസ് യഹൂദരാൽ 1 കുറയ 40 അടി 5 വട്ടം കൊണ്ടു. പൗലോസിനെ കൊന്നുകളയുവോളം ഭക്ഷണപാനീയങ്ങൾ കഴിക്കയില്ലെന്ന് ശപഥം ചെയ്തവർ 40-ൽ അധികമായിരുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ 23-ാം അധ്യായം 13-21 വാക്യങ്ങൾ. പ്രാചീന കാലത്ത് വളർച്ചയുടെ പൂർണ്ണതയെത്തുന്നത് 40-ാം വയസ്സിലാണെന്ന് കരുതപ്പെട്ടു വന്നു. ഖുറാനിൽ മനുഷ്യൻ ശാരീരിക വളർച്ചയുടെയും മാനസിക വളർച്ചയുടെയും പരിപൂർണതയിലെത്തുന്നത് 40-ാമത്തെ വയസ്സിലാണെന്ന് വ്യക്തമായ പ്രസ്താവനയുമുണ്ട്. അവനെ ഗർഭം ധരിച്ചുകൊണ്ടിരുന്നതും അവൻ്റെ മുലകുടി അവസാനിച്ചതും 30 മാസം കൊണ്ടാണ്. അങ്ങനെ അവൻ തൻ്റെ യൗവനത്തിൽ പരിപൂർണ വളർച്ച പ്രാപിക്കുകയും അവന് 40 വയസ്സു പ്രായമെത്തുകയും ചെയ്തപ്പോൾ എന്ന് ഖുറാൻ 46:15. മുഹമ്മദ് നബിക്ക് വിളി ഉണ്ടായതും അബൂബക്കർ ഇസ്ലാം വിശ്വാസത്തിലേക്ക് തിരിയുന്നതും 40-ാം വയസ്സിലാണ്. പഴയ നിയമത്തിൽ പല ന്യായാധിപന്മാരുടെയും രാജാക്കന്മാരുടെയും ഭരണകാലം 40 വർഷം വീതമായിരുന്നു എന്ന് നാം കണ്ടു കഴിഞ്ഞല്ലോ. ഇസ്ഹാക്കും ഏശാവും വിവാഹം കഴിച്ചത് 40-ാം വയസ്സിലായിരുന്നു. ഉൽപ്പത്തി 25, 20, 26, 34. മോശ മുതിർന്നപ്പോൾ എന്ന് പ്രസ്താവിക്കുന്ന കാലത്ത് മോശയ്ക്ക് 40 വയസ്സായിരുന്നു. പുറപ്പാട് 2:11. അപ്പോസ്തല പ്രവൃത്തികൾ 7:23. കാലേബ് ദേശം ഉറ്റുനോക്കുവാൻ പോയപ്പോൾ അവന് 40 വയസ്സായിരുന്നു. യോശുവ 14:4. ശൗലിൻ്റെ മകനായ ഈശ്ബോശേത്ത് ഇസ്രായേലിൽ രാജാവായപ്പോൾ അവന് 40 വയസ്സായിരുന്നു. 2 ശമൂവേൽ 2:10. 40-ന്റെ 3 ഇരട്ടി അഥവാ 120 പരമാവധിയെ അഥവാ ലിമിറ്റിനെ കുറിക്കുകയാണ്. അവൻ്റെ കാലം 120 സംവത്സരമാകും. ഉൽപ്പത്തി 6:3 പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിക്കുക. മോശ മരിക്കുമ്പോൾ അവന് 120 വയസ്സായിരുന്നു. ആവർത്തനം 34:7. ആയുസ്സിൻ്റെ പൂർണ്ണത കണ്ട പുരുഷനായി മോശയെ യഹൂദന്മാർ കരുതി വന്നു. ഒരു തലമുറ 40 വർഷമായി കണക്കാക്കി വന്നതിൻ്റെ ധ്വനി 1 രാജാക്കന്മാർ 6-ാം അധ്യായത്തിലും 1 ദിനവൃത്താന്തം 6-ാം അധ്യായം 3 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിലും സൂചനയുണ്ട്. ഈ ഭാഗത്തു നിന്നും നമുക്ക് ലഭിക്കുന്ന ആ സൂചന നാം ഒന്ന് ശ്രദ്ധിച്ച് പഠിക്കേണ്ടതായിട്ടുമുണ്ട്. പുറപ്പാട് മുതൽ ശലോമോൻ ദൈവാലയം പണിയുന്നത് വരെയുള്ള കാലം 480 സംവത്സരമായിരുന്നു. ഇസ്രായേൽ മക്കൾ മിസ്രയീം ദേശത്ത് നിന്ന് പുറപ്പെട്ടതിൻ്റെ 409-ാം സംവത്സരത്തിൽ ഇസ്രായേലിൽ ശലോമോൻ്റെ വാഴ്ചയുടെ 40 ആണ്ടിൽ 2-ാം മാസമായ സീവ് മാസത്തിൽ
അവൻ യഹോവയുടെ ആലയം പണിവാൻ തുടങ്ങി. 1 രാജാക്കന്മാർ 6:1. ഈ 480 വർഷത്തിനിടയ്ക്ക് 12 തലമുറകൾ കടന്നുപോയി. 1 ദിനവൃത്താന്തം 6-ാം അധ്യായം 3 മുതൽ 8 വരെയുള്ള വംശാവലി പട്ടികയിൽ നിന്നും നമുക്കിത് മനസ്സിലാക്കാം. അഹരോൻ, എലെയാസർ, ഫിനെഹാസ്, അബീശൂവ, ബുക്കി, ഉസ്സി, സെരസ്യാവ്, മെരായോത്ത്, അമര്യാവ്, അഹീത്തൂബ്, സാദോക്ക് എന്നിവർ. ദാവീദിന്റെ കാലത്ത് മഹാപുരോഹിതനായിരുന്ന സാദോക്ക്, ദാവീദ് എലെയാസറിന്റെ പുത്രന്മാരിൽ സാദോക്ക്, അവരുടെ ശുശ്രൂഷയുടെ മുറപ്രകാരം വിഭാഗിച്ചു. 1 ദിനവൃത്താന്തം 24:3. വംശാവലി പ്രകാരം അഹരോനിൽ നിന്ന് 11-ാമനായിരുന്നു എന്ന് നമുക്ക് ആ പട്ടികയിൽ നിന്നും വ്യക്തമാക്കുന്നുണ്ട്. ഇസ്രായേൽ മക്കളുടെ മരുഭൂമി പ്രയാണ കാലമായ 40 വർഷത്തെ ഒരു തലമുറ എന്ന് പറയുന്നുമുണ്ട്. അവിടെ വെച്ച് നിങ്ങളുടെ പിതാക്കന്മാർ എന്നെ പരീക്ഷിച്ച് 40 ആണ്ട് എൻ്റെ പ്രവൃത്തികളെ കണ്ടിട്ടും എന്നെ ശോധന ചെയ്തു. അതുകൊണ്ട് എനിക്ക് ആ തലമുറയോട് നീരസമുണ്ടായി. എബ്രായ ലേഖനം 3-ാം അധ്യായം 9-10 വാക്യങ്ങൾ.